മൂക്കിൻ്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ ആ പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ്. കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാ. അവിടെ നിന്നൊരാള് വിളിച്ചു പറയുകയാണ്, കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞു ഒരാള് വിളിച്ചു പറയുന്ന കണ്ടതൊക്കെ മതി പൊതിയാൻ. ആ 3 കഷ്ടം വെള്ള തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിയുകയാണ്. മോനെ കൊണ്ടുവന്നടാ. നിന്റെ വീടിന്റെ മുമ്പിൽ വിളിക്കാതെ തന്നെ ഒരു വാഹനം വരികയാണ്. 5 പൈസ കൊടുക്കണ്ടടോ. ഏതോ പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ എല്ലാവരുടെ വീടിന്റെ മുമ്പിലും ഒരു വാഹനം കടന്നു വരികയാണ്. മോഡലിന് വ്യത്യാസമൊന്നുമില്ല. എത്ര കൊല്ലം കൊടിഞ്ഞാലും ഒരേ മോഡൽ തന്നെയാണ്. ഡ്രൈവർ വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ഇൻഷുറൻസ് വേണ്ട. ഏത് വാഹനമെന്നറിയുവോ? ഈ പള്ളിയുടെ മൂലയിൽ പൊടിയടിച്ച് കിടക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ, അത് നിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവെക്കുകയാണ്. നിന്നെ എടുത്തതിനകത്തേക്ക് മലർത്തി കിടത്തുകയാ. നിലവിളിയാ. മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പോഴാണ്. എല്ലാവരും കരയുകയാ. വിലയില്ലടോ. അന്നത്തെ കണ്ണുനീരിന് പരിഗണനയില്ലടോ. എല്ലാവരും വീടിനകത്ത് കിടന്ന് കരയുമ്പോ ആ മയ്യത്ത് കെട്ടിൽ 6 പേരങ്ങ് ഉയർത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനാസ നിന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. ആ ജനാസ കൊണ്ടിറങ്ങുമ്പോ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാണ്. ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, മക്കളെ ഖദ്ദിമൂനി എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയെന്ന് ഖബറടക്കുമോനെ. വാപ്പ വിളിച്ചു പറയുകയാ, ഉമ്മ വിളിച്ചു പറയുകയാ, മോനെ എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കടാ, ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകടാ എന്ന് മയ്യത്ത് വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ മയ്യത്തിന് ഖബറിൽ പോയാ മതി. അത് വിളിച്ചു പറയുന്ന പെട്ടെന്ന് കൊണ്ടുപോകാൻ ആ ജനാസ വിളിച്ചു പറയുമെന്ന് നബി തങ്ങൾ പറയുമ്പോ ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പയോട് എൻ്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, മോനെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയതാ. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരുന്നത്. വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരണേ എന്ന് ഫോൺ കോൾ വരുമ്പോ അതാ കരഞ്ഞുകൊണ്ടാ ഓടുന്നത്. കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റോഡിലൂടെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാ. വണ്ടിയെടുത്തുകൊണ്ട് പായുകയാണ്. കൊച്ചുകുട്ടികളെ കരയുന്നത് പോലെ നീ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. ഉമ്മ മരിച്ചല്ലോ, വാപ്പ മരിച്ചല്ലോ. നിലവിളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. ഉമ്മാടെ റൂമിനകത്തേക്ക് ഓടുകയാ. മരിച്ചു കിടക്കുന്ന വാപ്പാടെ റൂമിനകത്തേക്ക് ഓടി ചെല്ലുമ്പോ ആ റൂമിനകത്ത് കേറുമ്പോ വല്ലാത്ത ഒരു സുഗന്ധമാ. റൂമിനകത്ത് വല്ലാത്ത ഒരു സുഗന്ധമാണ്. ഇതുപോലെ ഒരു സുഗന്ധം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ശ്വസിച്ചിട്ടില്ല. പടച്ചവനെ, വല്ലാത്ത ഒരു സുഗന്ധമാണ്. അതുമാത്രമല്ല, മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖത്തിട്ടിരുന്ന ആ വെള്ള തുണിയങ്ങു മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്
ഈ റോഡിലൂടെ നിലവിളിച്ചു കൊണ്ടുപോയവന്റെ കണ്ണ് കരച്ചിലങ്ങ് മാറുകയാണ്. ആ നിലവിളി അങ്ങ് മാറുകയാണ്. അവന്റെ കണ്ണ് നിറയുന്നുണ്ട്, അവന്റെ കണ്ണ് നിറയുന്നുണ്ട്. ആ കണ്ണുനീര് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. എന്തേ കാരണമെന്നറിയുവോ? മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാ. വാപ്പയ്ക്ക് ഇതുപോലെ പ്രകാശമില്ല. വാപ്പ ജീവിച്ചിരുന്നപ്പോ ഇത്രയും ഗ്ലാമർ ഇല്ലായിരുന്നു. പടച്ചവനെ, ഉപ്പ മരിച്ചു കിടക്കുമ്പോ ഉപ്പാടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാണ്. ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാണ്. ഉപ്പയുടെ നെറ്റിത്തടം വിയർത്തിട്ടുണ്ട്, മൂക്കിന്റെ ദ്വാരം വികസിച്ചിട്ടുണ്ട്. പടച്ചവനെ, ശരീരത്ത് സുഗന്ധമുണ്ട്. അൽഹംദുലില്ലാഹ്, വാപ്പയ്ക്ക് അല്ലാഹു ഒരു നല്ല മരണമാണ് കൊടുത്തത്. മക്കള് തന്നെ പറയുകയാ, ഉസ്താദേ, ഉമ്മ മരിച്ചത് സംസം വെള്ളം കുടിച്ച് ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ്, ഒന്നുവോടുകൂടിയാണ് മരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു ഉസ്താദ് എന്ന് മക്കള് പറയുമല്ലോ. എന്നാ ഇത്രയും നല്ല ഒരു മരണം അല്ലാഹു കൊടുത്തു. നിങ്ങൾ നോക്കിക്കേ, മക്കൾ ഓടി വീട്ടിലേക്ക് ചെല്ലുക, നിലവിളിച്ചുകൊണ്ടാ പോയത്. ഓടി ചെന്ന് നോക്കുമ്പോ റൂമിൽ കയറുമ്പോ തന്നെ അത്തറടിച്ചതുപോലെ വല്ലാത്ത ഒരു സുഗന്ധം. മരിച്ചു കിടക്കുന്ന വാപ്പയുടെ മുഖത്ത് നിന്ന് ഇങ്ങനെ തുണി ഉയർത്തുമ്പോ വാപ്പ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്ക. എന്തൊരു പ്രകാശം, ചുണ്ടില് പുഞ്ചിരി. പടച്ചവനെ, എൻ്റെ ഉപ്പ ജീവിച്ചിരുന്നപ്പോ ഇത്രയും ഗ്ലാമർ ഇല്ലായിരുന്നല്ലോ. ആ മകൻ തന്നെ പറയും, അല്ലാഹുവേ, എൻ്റെ ഉപ്പാന് നല്ല മരണമാണ് കൊടുത്തത്, എൻ്റെ ഉമ്മയ്ക്ക് നല്ല മരണമാണ് കൊടുത്തത്. എൻ്റെ ഉപ്പ മരിച്ചത് സ്വർഗം കണ്ടിട്ടാണ്, ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് എന്ന് നമ്മൾ തന്നെ പറയും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ പറയും, വാപ്പ അവിടെ കിടക്കട്ടെ, ഗൾഫിൽ കിടക്കുന്നവൻ വരാനുണ്ട്, അവിടെ കിടക്കുന്നവൻ വരാനുണ്ട്, ഈ വാപ്പ സ്വർഗത്തിൽ പോകണ്ട, കുറച്ചു നേരം ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ആ ജനാസ നമ്മളിവിടെ പിടിച്ച് കിടത്താറുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യണ എന്താ? വാപ്പ മരിച്ചത് സ്വർഗം കണ്ടിട്ടാ. വാപ്പായ്ക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി. മോൻ പറയുക, അവിടെ കിടക്ക് വാപ്പ, ഇനി ഗൾഫിൽ കിടക്കുന്നവൻ വരണം, അവൻ വരട്ടെ, അവൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്, കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, അവൻ വരട്ടെ, ഇവൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോകുന്നതിനെ തടഞ്ഞു വെച്ചുകൊണ്ട് പല മക്കളും മയ്യത്ത് കബറടക്കാൻ താമസിപ്പിക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വാപ്പ സ്വർഗത്തിൽ പോകാൻ കിടക്കുമ്പോൾ പറയുക പോകണ്ടെന്ന്. ഈ വാപ്പ നിന്നെ ശപിക്കുമോ? നിനക്ക് വേണ്ടി ദുആ ചെയ്യുമോ? എടാ, വാപ്പ ജീവിച്ചത് തന്നെ സ്വർഗത്തിൽ പോകാനാ. മോൻ പറയുക അവിടെ കിടക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചുപോയ മയ്യത്ത് വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യം, നല്ലവനാണെങ്കിൽ പറയും എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കാൻ. അത് മയ്യത്തിൻ്റെ ആഗ്രഹമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ജനാസ ചുമന്നിട്ടുണ്ടല്ലോ, ചില ആൾക്കാരുടെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ഈ വഴിയോരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ആടും പശുവൊക്കെ കിടന്ന് തുള്ളിച്ചാടാറുണ്ടല്ലോ, അത് കിടന്നൊരു വെപ്രാളപ്പെടുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? ഈ മോശമായ മയ്യത്ത് വിളിച്ചു പറയും, എന്നെ നിങ്ങൾ എവിടെ കൊണ്ടുപോവാ, എന്നെ നിങ്ങൾ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ എന്ന് ആ മയ്യത്ത് നിലവിളിച്ചുകൊണ്ട് പറയുന്നത് കാണുന്നത് കൊണ്ടാണ് ഈ മൃഗങ്ങൾ ചാടുന്നത്. എന്നാൽ ഒരു നല്ല മയ്യത്ത് പറയും, എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കാൻ. ആ ജനാസ കൊതിച്ചുകൊണ്ട് വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം മരിച്ച ഉടനെ കൊണ്ടുപോയി ഖബറടക്കണമെന്നല്ല. കാണിക്കേണ്ടവരെയൊക്കെ കാണിക്ക്. ഒരു പരിധി വേണം, ഒരു പരിധി വേണം. ഒരു വക്കത്ത്, ഒരു സുബഹിക്ക് ശേഷം മരിച്ചു, ളുഹർ വരെയൊക്കെ വെക്കാം. ഒരു വക്കത്ത് കഴിയും, അടുത്ത വക്കത്തിന് മുമ്പ് ഖബറടക്കാൻ നോക്കണം. അല്ലാതെ കയറ്റി മറ്റേ ഫ്രീസറിനകത്ത് കയറ്റി വെക്കുന്നത് പോലെ വാപ്പയുടെ ജനാസ കയറ്റി വെച്ച് ഉമ്മയുടെ ജനാസ കയറ്റി വെച്ചിട്ട് ആ കാണിക്കുന്നത് സ്നേഹമല്ലടോ, അവരോട് ചെയ്യുന്ന അക്രമമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജനാസ പള്ളിയിൽ കൊണ്ടുചെന്നു. അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. അതാ പടച്ചവനെ, പള്ളിയിൽ നിന്ന് ജനാസ കൊണ്ടിറങ്ങുകയാണ്. ആ ജനാസ ഇനി പള്ളിപ്പറമ്പിലെ ഖബറിലേക്ക് കൊണ്ടിറങ്ങുകയാ. ഖബറിലേക്ക് കൊണ്ടുപോകാ. പള്ളിയിൽ നിന്ന് ജനാസ ഇറക്കുമ്പോ ആ ഖബർസാനിലേക്ക് ഇറക്കുമ്പോൾ ആ ഖബറിനകത്തല്ല, ഖബർസാനിലേക്ക് ജനാസ ഇറക്കുമ്പോ ആ
ജനാസ ഒരാളുടെ സംസാരം കേൾക്കുകയാണ്. ആ ജനാസ ഒരാളുടെ സംസാരം കേൾക്കുകയാണ്. ആരാണ് മയ്യത്തിനോട് സംസാരിക്കുന്നതെന്നറിയുമോ? ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ, പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ, ആ ഖബർ സംസാരിക്കുകയാണ്. എല്ലാവരോടും സംസാരിക്കുമടോ. സിറാജിന് നാവുള്ളതുപോലെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാവുള്ളതുപോലെ ഖബറിന് നാവുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഖബർ സംസാരിക്കുന്നുണ്ടോ? കേൾക്കാത്തത് നമ്മുടെ പോരായ്മയാണ്. എല്ലാവരോടും ആരെല്ലാം പള്ളിപ്പറമ്പിൽ പോകുന്നുണ്ടോ, ആരൊക്കെ സിയാറത്തിന് പോകുന്നുണ്ടോ, ആര് പള്ളിപ്പറമ്പിൽ പോയാലും ഖബറാ മനുഷ്യനോട് സംസാരിക്കുമെന്നാണ്. ആ ചിന്തയൊന്നും നമുക്കില്ലല്ലോ. നമുക്ക് ഖബറിനെ കുറിച്ച് അറിയില്ലല്ലോ. നമുക്ക് കളിയാണ്, തമാശയാണ്. നമ്മൾ രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്, ഫോൺ വിളിക്കുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്, കുടുംബകാര്യം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്. എന്നാ ഖബറിനെ കുറിച്ച് നിനക്കറിയുമോ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചോ നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. മോനെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമടാ. ഖബറെന്ന് പറഞ്ഞാ നീ പേടിക്കണം. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കരയണേ. ആരാ ഖബർ കണ്ടാ കരയുന്നത്? ഈ പള്ളിയിൽ ഖബർ കുടിക്കുന്നവൻ പോലെ കരയില്ലടോ. നിങ്ങൾ ഖബർ കുടിക്കുന്നവനെ കണ്ടിട്ടുണ്ടോ? വലിയ പുണ്യമുള്ള കാര്യമാണ്, മഹത്വമുള്ള കാര്യമാണ്, ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. എന്നാ ഖബർ കുടിക്കുന്നവനും മുണ്ടുമടക്കി കുത്തി തമാശ പറഞ്ഞുകൊണ്ടാ ഖബർ കുടിക്കുന്നത്. അവനും പേടിയില്ല. ഖബറിലിറങ്ങുന്നവന് ഭയമില്ല, മണ്ണ് വെട്ടുന്നവന് ഭയമില്ല, മണ്ണ് വാരി വെക്കുന്നവന് ഭയമില്ല, പലക നിരത്തുന്നവന് കരയാറില്ല, മണ്ണ് വാരി ഇടുന്നവരും കരയാറില്ല, സിയാറത്തിന് പോകുന്നവരും കരയാറില്ല. ഒരാളും കരയില്ലടോ, ഒരാളും കരയില്ലടോ. കാരണം നിനക്കറിയാഞ്ഞിട്ടാ. നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദ്രീ. നിനക്കെങ്ങാണം ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെങ്ങാണ് നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, ചിരിക്കുന്നത് പോയിട്ട്, കളിക്കുന്നത് പോയിട്ട്, തിന്നാ ഭക്ഷണം എടുത്തു കഴിഞ്ഞ അത് തിന്നുന്നതിന് മുമ്പ് വയദ്രിബു അലാ സദ്രീ, നീ നിലവിളിക്കുമായിരുന്നു, നീ നിലവിളിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യനോടും ഖബർ സംസാരിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു ജനാസ ഖബറടക്കാൻ പോയതാണ്. മയ്യത്ത് ഖബറടക്കി എല്ലാവരും പോകുകയാണ്. മഹാനവറുകൾ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുകയാ. വരുന്നില്ലേ തങ്ങള്, വരുന്നില്ലേ തങ്ങള്, എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ആ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാ. ഒരു പഴയ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിൽക്കുകയാ. അവിടെ നിന്ന് കരയുകയാ. ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ അതാ ഖബർ ചോദിക്കുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഒരുപാട് സമയമായല്ലോ എൻ്റെ അടുക്കൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്, എന്തേ ഒന്നും ചോദിക്കാനില്ല, ഒന്നും അറിയാൻ ആഗ്രഹമില്ല? പടച്ചവനെ,
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഖബർ ചോദിക്കുകയാ, എങ്ങനെയാണ് ഞാനൊരു മയ്യത്തിനോട് പെരുമാറുന്നതെന്ന് നിങ്ങൾക്കറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിക്കുമ്പോ ഖബർ വിശദീകരിക്കുകയാണ്. മസഖത്തുൽ കുഫാൻ വസദഖത്തുൽ മുഖലതൈൻ വഅകൽതുൽ ലഹുമാ. പറയല്ലേ പറയല്ലേ, അത് കേൾക്കാനുള്ള ധൈര്യമില്ലാതെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പിടഞ്ഞു വീഴുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ്. അപ്പോഴാണ് ഖബർ പറഞ്ഞു കൊടുത്തത്, ഹല്ലദുല്ലുക അലാ അകുഫാനി ലാ തുബിലാ, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ജനാസ കൊണ്ടിറങ്ങുമ്പോ ആ മയ്യത്തിനോട് ഖബർ സംസാരിക്കുകയാണ്. പടച്ചവനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു. അതാ ഒരാള് ഖബറിനകത്തിറങ്ങി 3 കെട്ടുകൾ അടിച്ചു മാറ്റി കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു. എന്നിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി മണ്ണ് വാരുകയാണ്. എന്നിട്ട് കബളിന്റെ താഴെ വെക്കുകയാണ്. പടച്ചവരെ പലക നിരത്തുകയാ. വന്നവര് മുഴുവനും മണ്ണ് വാരിയിട്ടടോ. അതാ എല്ലാവരും മണ്ണിട്ട് മൂടുകയാ. എല്ലാവരും മണ്ണിട്ട് മൂടി 2 ചെടികൾ നട്ടു, വെള്ളമൊഴിച്ചു. എല്ലാവരും പറയുന്നു, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എല്ലാവരും സലാം പറയുകയാണ്. മഅസ്സലാമ എന്ന് പറഞ്ഞുകൊണ്ട് 7 ചുവട്ടടി വെച്ച് കഴിഞ്ഞാൽ 7 ചുവട്ടടി വെച്ച് കഴിഞ്ഞാ സുബ്ഹാനല്ലാഹ്, അതാ വരുന്ന മുൻകറുൻ നകീർ. 2 മലക്കുകൾ ഖബറിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ നിന്ന് ചോദ്യം തുടങ്ങുകയാണ്. അതാ റൂഹ് തിരിച്ചു തന്ന് നിന്നെ പിടിച്ച് ചാരിയിരുത്തിയിട്ട് അതാ മലക്കുകൾ ചോദിക്കുന്നു. അവിടെ നിന്ന് ചോദിക്കുകയാ, മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക. അവിടെ നിന്ന് ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണ്. അതാ ഉത്തരം ഇങ്ങനെ പറയുകയാണ്. അതാ ഉത്തരം ഇങ്ങനെ പറയുകയാണ്. പടച്ചവനെ, അതാ മലക്കുകൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവനും ഉത്തരം പറഞ്ഞു കഴിയുമ്പോ ആ മലക്കുകൾ പറയാൻ പോകുന്ന വാചകം എന്തെന്നറിയുവോ? ലം കനൗമത്തിൽ അറൂസ്, ലം കനൗമത്തിൽ അറൂസ്. അതാ മണിയറക്കകത്ത് കടന്നുറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങിക്കോ. ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിനകത്ത് കിടന്നുറങ്ങിക്കോ. ഏതുപോലെ പഠിക്കടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട യുവത്വമേ. എങ്ങനെയാ കിടന്നുറങ്ങാൻ പറയുന്നത്? അതിരാത്രിയിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ, മണിയറക്കകത്തൊരു ചെറുപ്പക്കാരൻ കിടന്നുറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഇതിനകത്ത് കിടന്നുറങ്ങിക്കോ. ലം കനൗമത്തിൽ അറൂസ് എന്ന് മലക്കുകൾ പറയുമെന്ന് നബിതങ്ങൾ പറയുമ്പോ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്നറിയുമോ? പടച്ചവനെ, പുതിയ പുതുമണവാട്ടിയും പുതുമണവാളനും അവര് കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങാ പറയാറുള്ള കാരണം എന്താ? പടച്ചവനെ, കല്യാണം കഴിഞ്ഞ് മണവാട്ടിയും മണവാളനും അതാ ബെഡ്റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ, അവരുടെ മണിയറക്കകത്ത് കയറി കഴിഞ്ഞാ പിന്നെ പറയും, ആരും അവരെ ശല്യം ചെയ്യല്ലേ. കുട്ടികളോട് പറയും, അങ്ങോട്ട് പോകരുത്, അവരുടെ ആദിരാത്രിയാണ്, അവര് സന്തോഷത്തോടെ ഇരിക്കട്ടെ, അവര് ജീവിതം തുടങ്ങുകയാണ്, അവരെ ശല്യം പോലും ചെയ്യാൻ പാടില്ല എന്ന് പ്രായമുള്ള ഉമ്മമാര് പറയുമായിരുന്നു. പടച്ചവനെ, അത് പണ്ടായിരുന്നടോ.
അതൊക്കെ പണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ. ഇന്ന് പടച്ചവനെ മണിയറയ്ക്കകത്ത് പുതുമണവാട്ടിയും മണവാളനും കേറുമ്പോ ആ കട്ടിലിനടിയിൽ കയറി പതുങ്ങിയിരിക്കുന്നവരുണ്ട്, പടക്കം പൊട്ടിക്കുന്നവരുണ്ട്. ആ പുതിയ പഴയ വീടിന്റെ പുറത്തിറക്കിയിട്ട് അകത്ത് കയറി പൂട്ടിക്കിടക്കുന്ന കൂട്ടുകാരുണ്ട്. ഇന്നങ്ങനെ പല അനാചാരങ്ങളാണ് നടക്കുന്നത്. ഈ സമുദായത്തിന് തന്നെ നാണക്കേട് വരുത്തുന്ന രീതിയിൽ വിവാഹമെന്ന് പറയുന്ന ആ പുണ്യമായ കർമ്മം നടത്തുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളാ നടക്കുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന രീതിയിൽ മുസ്ലിം ഉമ്മത്ത് കാണിക്കുന്ന അഹങ്കാരം എത്ര വലുതാ. മുസ്ലിം ഉമ്മത്ത് വിവാഹമെന്ന് പറയുന്ന ഒരു ഇബാദത്ത് നടക്കുമ്പോ അതിനകത്ത് കാണിക്കുന്ന പേക്കൂത്തുകൾ അറിയുമോ? ഗാനമേളകൾ നടത്തുന്നവരുണ്ടല്ലോ, പടച്ചവരെ അറബി കല്യാണം, മഞ്ഞ കല്യാണം, മൈലാഞ്ചി കല്യാണം, ഇന്നെത്ര കല്യാണമാണോ നടക്കുന്നത്? ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയുവോ? അല്ലാ, ഏതു കുടുംബത്തിലും ഒരു നല്ലവൻ കാണും സഹോദരാ. എല്ലാവരും തലതിരിഞ്ഞു പോകാറില്ല. ഒരു കുടുംബത്തിലെ എല്ലാവരും തലതിരിഞ്ഞു പോകാറില്ല. ഒരാളെങ്കിലും നല്ലവൻ കാണുമല്ലോ. എന്നാ പടച്ചവനെ ഇന്നത്തെ വിവാഹങ്ങൾ നടക്കുന്നത് കാണുമ്പോ ആ കുടുംബത്തിൽ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ പോയടോ. ഒരു കാരണവരെങ്കിലും ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ വൃത്തികേടുകൾ നടക്കില്ലായിരുന്നല്ലോ. ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ പോയി. എങ്ങനെ പറയാനാണ്? ഈ തിരുത്തണ്ട വാപ്പയാണ് ഒന്നാമത് ഡാൻസ് കളിക്കുന്നത്, ഉമ്മയാണ് കിടന്ന് ഡാൻസ് കളിക്കുന്നത്. 15ഉം 20ഉം വയസ്സുള്ളവരുടെ കഥയല്ല, 40ഉം 50ഉം കഴിഞ്ഞവര് പോലും എന്തെല്ലാം പേക്കൂത്തുകളാണ് കാണിക്കുന്നത്. ലക്ഷങ്ങളെ ചെലവഴിക്കുകയാണ്, ലക്ഷങ്ങളെ ചെലവഴിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണെന്നറിയുമോടാ? കൊട്ടാരമുള്ളവനല്ല, അധികാരമുള്ളവനല്ല, സമ്പത്തുള്ളവനല്ല മോനെ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുമോ? അല്ലാഹുവിനെ ഭയമുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നവനാടാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാഹുവേ, അൽ മർഅത്തു സ്വാലിഹ, ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടിയ ഭർത്താവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ പണമുള്ളവനല്ല, പണമുള്ളവളല്ല, സൗന്ദര്യമുള്ളവളല്ല, വിദ്യാഭ്യാസം കൂടിയവളല്ല, അറിയപ്പെടുന്ന കുടുംബത്തിലെ പെണ്ണല്ല. അല്ലാഹുവിനെ ഭയമുള്ള ഒരു പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾ ഖുത്ബ സമയത്ത് ഉസ്താദ് ഖുത്ബ ഓതുമ്പോൾ പറയുമല്ലോ. മോനെ, സമ്പത്തല്ലടാ, സൗന്ദര്യമല്ലടാ, കുടുംബ മഹിമയല്ലടാ, ഫളഫറു ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണിനെ വേഗം വിവാഹം കഴിക്കാറ്. എന്തേ പ്രയോജനമെന്നറിയുമോ? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മോനെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. അലിയാർ തങ്ങളാണ് ഫാത്തിമാനെ വിവാഹം കഴിച്ചത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ആദിരാത്രിയിൽ മണിയറയ്ക്കകത്ത് പോവുകയാ. വിവാഹം കഴിഞ്ഞു ഒന്നാമത്തെ രാത്രിയിൽ രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. അലിയാർ തങ്ങൾ സന്തോഷവാനാണ്. കാരണം ഫാത്തിമയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഫാത്തിമ ബീവി അലിയാർ തങ്ങൾ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെന്ന് പറയരുത്. എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു, വേണ്ടടാ മോനെ, പ്രണയ വിവാഹം വേണ്ടടാ മോനെ, അത് നല്ലതല്ലടാ. അതുകൊണ്ട് നിനക്കൊരിക്കലും സമാധാനമുണ്ടാകില്ല.
തലാഖില്ല. അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരോട് നീ ചോദിച്ചു നോക്ക്, ഇന്ന് പ്രണയമൊന്നുമില്ലല്ലോ, എല്ലാം അഭിനയമാണല്ലോ, എല്ലാം പറ്റിക്കലാണല്ലോ. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് ഞാൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാരമകളുടെ വിവാഹം കഴിഞ്ഞു. അലിയാരിതങ്ങളും ഫാത്തിമ ബീവിയും മണിയറയ്ക്കകത്ത് കയറി. അതാ പടച്ചവനെ, അലിയാരിതങ്ങൾ റൂമിന്റെ വാതിലടയ്ക്കുകയാണ്. പടച്ചവനെ, സന്തോഷം കാരണം രണ്ടുപേരും പുതുജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങനെ വീടിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ. അലിയാരിതങ്ങൾ വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുമ്പോ സുബ്ഹാനല്ലാഹ് വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങല് കേൾക്കുകയാ, ഒരു കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ. എവിടെയാ മണിയറയ്ക്കകത്ത്, എവിടെയാ മണിയറയ്ക്കകത്ത്? അലിയാരിതങ്ങൾ പെട്ടെന്ന് വിളക്കിന്റെ തിരിയങ്ങ് കൂട്ടുകയാണ്. ചെന്ന് നോക്കുമ്പോ ഫാത്തിമ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ. അലിയാരിതങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാനൊരു പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് സങ്കടത്തോടെ അലിയാരിതങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ പറഞ്ഞു, അലിയേ, നിങ്ങളെ കൊതിക്കാത്ത പെണ്ണുങ്ങളുണ്ടോ അലിയേ? പിന്നെ എന്തിനാ നീ കരയുന്നത്? ഫാത്തിമ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വാപ്പ വളർത്തിയ മകള് പറഞ്ഞ മറുപടി എന്താ? അലിയേ, ഈ മണിയറയ്ക്കകത്ത്, ഈ റൂമിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്ക് നിങ്ങൾ പെട്ടെന്ന് അണച്ചപ്പോ ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു, ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ അലിയേ? ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെയുണ്ട്, എന്നാ എന്നെ കൊണ്ടുപോയി കബറിനകത്ത് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന രാത്രിയുണ്ടല്ലോ, ആ രാത്രിയിൽ എന്ത് ഇരുട്ടായിരിക്കും അലിയേ? കബറിനകത്ത് വല്ലാത്ത ഇരുട്ടായിരിക്കുമല്ലോ. അത് ഓർമ്മ വന്നിട്ടാണ് കരയുന്നത്. അലിയാരിതങ്ങളെ ചോദിച്ചു, ഫാത്തിമ ഇവിടെ ഇരുന്നിട്ട് കരയുകയാണോ ഫാത്തിമ? ഇതാതിരാത്രിയാണ്, ഇത് നമ്മുടെ മണിയറയാണ്. ഈ മണിയറയ്ക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാണോ? എന്തേ ഫാത്തിമ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നത്? കരയല്ലേ ഫാത്തിമ. അലിയാര് തങ്ങൾ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അലിയേ, മണിയറ ദുനിയാവിലല്ല, മണിയറ ഒരുക്കേണ്ടത് ദുനിയാവിലല്ല. ഈ മേപ്പാടിയിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് പറയുകയാ, എടാ മണിയറ ഒരുക്കാൻ 5 നയാ പൈസ നീ ചെലവഴിക്കരുത്. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുവോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മോനെ, ഒരാള് ഖബറിനകത്ത് രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുമല്ലോ. ആരെങ്കിലും ഖബറിൽ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുമല്ലോ. മോനെ, എവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്? നിങ്ങളുടെയൊക്കെ ജനാസ ഖബറടക്കുന്ന പള്ളിപ്പറമ്പുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിലെ ഖബറിനകത്താ. ആ ഖബറിനകത്ത് വരുന്ന മലക്കുകൾ നിന്നോട് പറയണം, ലം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പള കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ, പുതുമണവാട്ടി കിടന്നുറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ കിടന്നുറങ്ങിക്കോ. അതുമാത്രമല്ലടാ ചെറുപ്പക്കാരാ, ഒരു വാതിൽ തുറക്കുകയാ, ഒരു വാതിൽ തുറക്കുകയാ. ഏത് വാതിലെന്നറിയുമോ? ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ.
പാലരുവികളും തൂവനരുവികളും എടുക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ മോനെ, ആ സ്വർഗത്തിന്റെ വാസന 500 കൊല്ലത്തെ വടിദൂരം വരെ അടിച്ച് വീശുമെന്നാണ്. ആ സ്വർഗം നിന്റെ കാലിന്റെ ഭാഗത്ത് തുറക്കുകയാ. ആ സ്വർഗം നിന്റെ കാലിന്റെ ഭാഗത്ത് തുറക്കുകയാ. മയ്യത്തിന്റെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാഹുവേ, അല്ലാഹു ഖബറിനകത്ത് കൊടുത്ത അനുഗ്രഹങ്ങളുണ്ടല്ലോ. നിന്റെ ഉപ്പ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഉമ്മ ആഗ്രഹിക്കുന്നത്, മരിച്ചുപോയ മയ്യത്തിന്റെ രണ്ടാമത്തെ ആഗ്രഹം എന്താ? നാഥാ, എന്റെ ഈ ഖബറിനകത്ത് നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങള്, നീ എനിക്ക് തന്ന പ്രതിഫലങ്ങള് കുടുംബക്കാരോട് ചെന്നു പറയാ. മരിച്ചുപോയവരെ കൊതിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മരിച്ചുപോയവർ ആഗ്രഹിക്കും, എൻ്റെ കാലിൻ്റെ ഭാഗത്ത് സ്വർഗത്തിൻ്റെ കവാടം തുറന്നിട്ടുണ്ട്,